Good morning. ഞാനിവിടെ ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഷെയർ ചെയ്തേക്കുന്ന ഓക്കെ. എല്ലാവരും കഴിഞ്ഞ ദിവസത്തേക്കൊന്ന് റീഡ് ചെയ്ത് നോക്കിയായിരുന്നോ? വായിച്ചു പോകുന്നില്ലേ നിങ്ങൾ എല്ലാ ദിവസവും? ക്ലാസ് എടുക്കുന്നതൊക്കെ അന്നന്ന് തന്നെയൊക്കെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഇപ്പൊ ആരവിടെ? ചിച്ചി മോളോ? വെറ്റി എവിടെ ഇന്ന് വായിക്കണ്ടായിരുന്നു? ക്ലാസ്സിലെ നോട്ടാണോ വായിച്ചത് ചിച്ചി? ആണോ? മറുപടി ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മള് ബ്ലഡ് ബാങ്കില് നമ്മള് വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലെ? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ എന്താണ്? യെസ്. അപ്പൊ ജിജിയോടെ റീഡ് ചെയ്യണമെന്ന് ഞാനിവിടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ, വളരെ ചോദിച്ചിട്ട് ക്ലാസ്സിന്റെ റീഡ് ചെയ്തേന്നു. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു അല്ലെ? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ എന്താ? ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞ എന്താണ്? ഈസ് കൺസിഡർ ആസ് എ നോബിൾ കോസ്. ഇത് മഹത്തായ ഒരു കൃത്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നുവെച്ചാൽ അത് നമുക്ക് എന്താ ബ്ലഡിന് നമുക്ക് ഒത്തിരി നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റോ ഒക്കെ പറ്റിയൊക്കെ ബ്ലഡ് നമ്മുടെ ബോഡിയിൽ ഒത്തിരി പോയി കഴിഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ എന്താ ആ സമയത്ത് അവർക്ക് യോജിച്ച ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അമിതമായി ബ്ലഡ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താ പറ്റുക? നമുക്ക് ഡെത്ത് വരെ സംഭവിക്കാം. അതുകൊണ്ട് എന്താ പറയാ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ മഹത്തായ ഒരു കൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനി നമ്മൾ പറഞ്ഞത് എന്താ? ബ്ലഡ് ബാങ്കിൽ നമ്മൾ ഗ്രൂപ്പുകൾ നോക്കൂ എന്ന് പറഞ്ഞു. അതിന്റെ ഒപ്പം തന്നെ എന്താണ്? ഗ്രൂപ്പ് നോക്കിയതിനു ശേഷം അത് പിന്നെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഓരോ ഗ്രൂപ്പുകളും 4 ഗ്രൂപ്പിനുണ്ട്. പോസിറ്റീവ് ഗ്രൂപ്പ് ഉണ്ട്, നെഗറ്റീവ് ഗ്രൂപ്പ് ഉണ്ട്. അതില് നോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞത്? വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എഴുതണം ഓ നെഗറ്റീവ് ആണ്. ഓ നെഗറ്റീവ് ബ്ലഡ് ടൈപ്പിനെയാണ് യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് പറയുന്നത്. ഓ നെഗറ്റീവ് അങ്ങനെ തന്നെ എഴുതാം. പിന്നെ അതുപോലെ തന്നെ വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. ഏത് ഗ്രൂപ്പാ? എ ബി പോസിറ്റീവ്. അങ്ങനെ തന്നെ എഴുതാം, എ ബി പോസിറ്റീവ്. However, any mismatch between the blood type can prove fatal, causing death. So, the blood test must be done carefully. എന്താ പറഞ്ഞേക്കുന്നത്? എന്തെങ്കിലും ഇനി ഒരു മിസ്മാച്ച് സംഭവിക്കുകയാണെങ്കിൽ എന്താ പറ്റുക? ഡെത്ത് വരെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കേണ്ടത് ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. ഓക്കെ, അതിനുശേഷം മാത്രമേ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ. വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ്? ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്, ഏതൊക്കെ സമയത്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഇവിടെ നോക്കിയേ. ഇൻഡിവിജ്വൽസ് മേ റിക്വയർ എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോർ വെറൈറ്റി ഓഫ് സം ഓഫ് ദം ഹാവ് ദം ആർ. ഇതിനകത്ത് നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. പല സിറ്റുവേഷൻസിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ. To substitute for the lost blood after a serious or surgery. To substitute for lost blood. നമ്മുടെ ഒരു സീരിയസ് ആയിട്ട് ഒരു ആക്സിഡന്റ് പറ്റി സീരിയസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒത്തിരി ബ്ലഡ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ, ബ്ലഡ് ലോസ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഓ സർജറി, അല്ലെങ്കിൽ സർജറി ചെയ്യുമ്പോൾ, ഇപ്പൊ ഡെലിവറി ഒക്കെ നമുക്ക് സർജറികൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് അധികം ബ്ലഡ് പോകുമല്ലോ. അപ്പൊ അവിടെ റീപ്ലേസ് ചെയ്യാനും വേണ്ടിയിട്ടും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഫസ്റ്റ് മനസ്സിലായില്ലേ? എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്യുമ്പോഴോ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ആ 2 സിറ്റുവേഷൻസിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒത്തിരി ബ്ലഡ് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്യാൻ. രണ്ടാമത്തെ നോക്കിയേ. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്.
ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ ഡൈജസ്റ്റീവ് ട്രാക്ട് ദഹനനാളത്തിനുണ്ടാകുന്ന രക്തസ്രാവം, ബ്ലീഡിങ്. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ്, ദഹനനാളത്തിനുണ്ടാകുന്ന ബ്ലീഡിങ്. നെക്സ്റ്റ് നോക്കിയേ, ലുക്കീമിയ. ലുക്കീമിയ നമ്മൾ പറഞ്ഞല്ലേ എന്താ? ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ. ലുക്കീമിയ ഈസ് കോൾഡ് ബ്ലഡ് ക്യാൻസർ. അപ്പൊ ബ്ലഡ് ക്യാൻസർ ആകുമ്പോഴെന്താ? ബ്ലഡ് മാറ്റും അല്ലെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ ആ ഒരു സിറ്റുവേഷനിൽ. പിന്നെ നോക്കിയേ, നെക്സ്റ്റ് ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, RBC. RBCയുടെ കുറവ് വരുമ്പോൾ, RBC നമ്മുടെ ബ്ലഡിൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ആവശ്യത്തിന് RBC നമ്മൾ നമ്മുടെ ബ്ലഡിലേക്ക് കയറ്റേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മുടെ ബ്ലഡില് എന്താ RBCയുടെ കുറവ് വരികയാണെങ്കിൽ, റെഡ് ബ്ലഡ് സെൽസ് RBCയുടെ കുറവ് വരുമ്പോഴും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. അടുത്ത് നോക്കിയേ, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്സ്. റേഡിയേഷൻ തെറാപ്പി കേട്ടിട്ടുണ്ടോ? എന്തിനു ഉപയോഗിക്കുന്ന? ക്യാൻസറിന് അല്ലെ, ക്യാൻസർ ഉപയോഗിക്കുന്ന, ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ. അവിടെ എന്താ? ഹൈലി റേഡിയേഷൻസ് ഉപയോഗിച്ച് ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുക ചെയ്യുന്നത്. ഏതാണെന്നറിയോ? എക്സ്റേ ആണ്. മെഗാ വോൾട്ടിനുള്ള എക്സ്റേസ് ഉപയോഗിച്ചിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിച്ച് കളയുന്നതിനെയാണ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ ആ സെല്ലുകള് എന്താ ഇനിയും മൾട്ടിപ്ലൈ ചെയ്യില്ല, ആ കോശങ്ങളെ നശിപ്പിച്ചു കളയുന്നു ആ സമയത്ത്. പിന്നെ കീമോതെറാപ്പി. കീമോതെറാപ്പി എന്ന് വെച്ചാൽ കെമിക്കൽസ്, ചില മരുന്നുകള്, കെമിക്കൽസ്, കീമോ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് തന്നെ ക്യാൻസറിന് എതിരെയുള്ള ചികിത്സാ രീതിയാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രണ്ട് ഇത് പറഞ്ഞേക്കുന്ന റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്, മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റുകൾക്കും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. അതായത് റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോകാം. ഓക്കെ, അല്ലെങ്കിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാക്കാം ആ ഒരു സിറ്റുവേഷൻസ്. അപ്പൊ അതിന്റെ സൈഡ് എഫക്ട്സ് പോലെ കേട്ടോ, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് കുറഞ്ഞു പോകാം, അല്ലെങ്കിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ സംഭവിക്കാം. ആ ഒരു സിറ്റുവേഷൻസിലും എന്ത് വേണ്ടി വരും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. അടുത്ത് നോക്കിയാൽ ലിവർ പ്രോബ്ലം, ലിവറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ബ്ലഡ് ഡിസോർഡേഴ്സ്. ബ്ലഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡിസീസ്, എനി ഡിസോർഡർ ഓർ ഡിസീസ് ഓഫ് ദ ബ്ലഡ്, ബ്ലഡിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും രോഗങ്ങൾ, ഓക്കെ, ഡിസീസുകള് ആ സമയത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഡിസീസ്, ബ്ലഡ് ഡിസോർഡർ ഓർ ബ്ലഡ് ഡിസീസ്, ബ്ലഡില് എന്തെങ്കിലും രോഗങ്ങൾ വരുവാണെങ്കിൽ എന്ത് വേണം? ആ ബ്ലഡ് മാറ്റി ആ സമയത്ത് ആ സ്ഥലത്ത് വേറെ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ സിറ്റുവേഷൻസിലൊക്കെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രധാനമായിട്ടും ആവശ്യമായിട്ട് വരുന്നത്. പോയിന്റ്സുകൾ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞിങ്ങനെ, ഒരു സീരിയസ് ആയിട്ടോ സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒത്തിരി ബ്ലഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്, പിന്നെ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ്, ദഹനനാളത്തിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്, പിന്നെ അടുത്ത ലുക്കീമിയ, ബ്ലഡ് ക്യാൻസറിന് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായി വരാം. പിന്നെ RBCയുടെ കുറവ് വരുമ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യം വരാം. പിന്നെ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ അതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ബ്ലഡ് നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന ആ സിറ്റുവേഷൻസിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ലിവർ പ്രോബ്ലം, ബ്ലഡ് ഡിസോർഡേഴ്സ്, ബ്ലഡിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസീസ്, ഓക്കെ, അത്രയും സിറ്റുവേഷൻസിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അതിനകത്ത് ഏതൊക്കെ സിറ്റുവേഷൻസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ്. ഈ പോയിന്റ്സുകള് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ പോയിന്റ്സുകള്? ഓക്കെ, ഇത് ഇന്ന് തന്നെ അത് വായിച്ചു വെക്കണോട്ടോ നിങ്ങള്. ഞാൻ എത്ര ഇതായിട്ട് പറഞ്ഞു തന്നാലും നിങ്ങൾ ഇത് വായിച്ചില്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. ഒരു പ്രാവശ്യം വായിച്ചാൽ മതി കേട്ടോ, മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഞാൻ ആദ്യത്തെ ക്ലാസ് മുതൽ പറഞ്ഞ, നമ്മൾ ക്ലാസ്സിൽ എത്ര പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിയാലും നിങ്ങളും കൂടി എന്ത് ചെയ്യണം, അതിന്റെ ഒപ്പം തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചു വെക്കാം, നിർബന്ധമാണ് അത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്നത്. ഇത്രയും ക്ലിയർ ആയിട്ട് വെച്ച കാര്യം നമ്മൾ ഇനി പരീക്ഷയ്ക്കാണ് ഇത് വായിക്കാൻ എടുക്കണമെങ്കിൽ എല്ലാം ഓർമ്മ കിട്ടണമെന്നില്ല. അന്നൊന്ന് പഠിപ്പിക്കണത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തുടങ്ങി അങ്ങനെയല്ല ചെയ്യുന്നേ അല്ലേ?
അന്നന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പറയൂലേ, അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കണം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വലിയതായെന്ന് വെച്ചാൽ അതിനൊന്നും മാറ്റമൊന്നും വരുത്താൻ നിൽക്കണ്ട. എത്ര സമയം ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മതി നമുക്ക് ഇത്രയൊന്ന് വെറുതെ ഒന്ന് വായിച്ചു പോകാൻ. എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എത്രയോ 113 പേര് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഞാൻ പറയണോന്ന് കേൾക്കണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എളുപ്പമായിരിക്കും കേട്ടോ, സിമ്പിൾ ആയിരിക്കും. അന്നൊന്ന് വായിച്ച് മാത്രം വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, നമ്മൾ നോക്കുന്ന എന്താ, ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ ടോപ്പിക്കുകൾ? ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളൊക്കെ വളരെ സിമ്പിളാ. പിന്നെ ഒരു ഇത്തിരി എന്ന് പറയുന്നത് തേർഡ് ഫോർത്ത് എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് വ്യക്തമാവുന്നില്ലേ? ഓക്കെ, അടുത്ത് നോക്കിയേ, ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്ലഡ് ബാങ്ക് മാനേജർ. ഇനി ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരവാദിത്തം അല്ലെ? അദ്ദേഹത്തിന്റെ ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് മാനേജർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഓക്കെ, ലുക്കീമിയ എന്താണ്? ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ ആണ്. ഓൾസോ കോൾഡ് ബ്ലഡ് ക്യാൻസർ. അതായത് നമ്മുടെ ബോഡിയില് WBC ബ്ലഡില് WBCയുടെ അളവ് കുറയുന്നതാണ്. കുറയുന്നല്ല, കൂടുന്നത്. റൈസ് ഇൻ ദ നമ്പർ ഓഫ് WBC ഇൻ യുവർ ബോഡി. ലുക്കീമിയ എന്ന് പറയുമ്പോൾ ബ്ലഡ് ക്യാൻസർ എന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ബ്ലഡ് ക്യാൻസർ അതായത് നമ്മുടെ ബ്ലഡില് WBCയുടെ അളവ് കൂടുന്നതാണ് കേട്ടോ. കോസ്ഡ് ബൈ ദ റൈസ് ഇൻ ദ നമ്പർ ഓഫ് WBC ഇൻ അവർ ബോഡി. ഓക്കെ, അടുത്ത് നോക്കിയേ, പിന്നെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, job responsibility of a blood bank manager. A blood bank manager acts as a head of the entire blood bank. ഒരു ബ്ലഡ് ബാങ്കിന്റെ ഒരു ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ് ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത്. Okay, blood bank manager act as a head of the entire blood bank. ആരാണ് അവിടെ? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ആ ബ്ലഡ് ബാങ്കിന്റെ മൊത്തത്തിലൊരു ഹെഡ് ആക്ട് പ്രവർത്തിക്കുന്നത് ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് അവിടെ വരുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒന്ന് കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നതാണ്. ബ്ലഡ് ബാങ്കിന്റെ ഒരു ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. A blood bank manager acts as head of the entire blood bank. Next point നോക്കിയേ, he or she is at the helm. എന്ന് വെച്ചാൽ at the helm എന്ന് പറഞ്ഞാൽ in charge. In charge എന്നാണ് മീനിങ്. At the helm, in charge. He or she is at the helm of the daily operations at the blood bank. Blood bankil നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഇൻചാർജ് ആർക്കാ? ബ്ലഡ് ബാങ്ക് മാനേജറിനാണ്. ചെക്കിംഗ് എക്സ്പെൻസ്, എക്സ്പെൻസുകൾ ചെക്ക് ചെയ്യുക, ചെലവുകൾ, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവുകൾ ചെക്ക് ചെയ്യുക. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻ, ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുക. ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ, അതിന്റെ ആ ടെക്സ്റ്റിലെ പ്രശ്നമാണ്. തേർഡ് എന്നാണ് കേട്ടോ. തേർഡ് പാർട്ടി സർവീസസ്, കമ്പനികളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. തേർഡ് പാർട്ടി സർവീസുകൾ ഇതുമായിട്ടൊക്കെ വർക്ക് ചെയ്യുക. തേർഡ് പാർട്ടി, THIRD, ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ബ്ലഡ് തരുന്ന സ്ഥാപനങ്ങളൊക്കെ, അങ്ങനെയുള്ള സർവീസുകളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. എന്തൊക്കെ അതിനകത്ത് ആ പോയിന്റ്സിൽ പറഞ്ഞേക്കണേ, എല്ലാവരും കറക്റ്റ് ചെയ്തോ. അവിടെ ഹാൻഡ് എന്നാണ് തന്നേക്കുന്നത്, അതിന് വെട്ടിയിട്ട് അതിന്റെ മുകളിൽ ഒന്ന് എഴുതി വെക്കാം. തേർഡ് പാർട്ടി സർവീസസ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ഡെയിലി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഇൻചാർജ് അദ്ദേഹത്തിനാണ്. എക്സ്പെൻസുകൾ, അവിടുത്തെ ചെലവുകൾ ചെക്ക് ചെയ്യുക, ഇൻസ്പെക്ഷൻ പരിശോധനകളൊക്കെ കണ്ടക്ട് ചെയ്യുക. ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്, തേർഡ് പാർട്ടി സർവീസുകളുമായിട്ടൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് അറ്റ് ദ ഹെലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻചാർജ് എന്നുള്ള മീനിങ് കേട്ടോ. അറ്റ് ദ ഹെലം ഒറ്റ ഇതാണത്. അറ്റ് ദ ഹെലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻചാർജ്. ഓക്കെ, അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽ. ഫുൾ സ്റ്റോപ്പ് ഉണ്ട് അവിടെ കേട്ടോ.
അക്കൗണ്ടബിൾ. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം. എന്തിനാ? ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽ. അവിടുത്തെ പേഴ്സണൽസ്, ഉദ്യോഗസ്ഥരില്ലേ, അവർക്കിടെ സെലക്ട് ചെയ്യുന്നത്, അവരുടെ സെലക്ഷൻ, പിന്നെ അതുപോലെ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാനാണ്, അവർക്ക് വേണ്ട ഗൈഡിങ് ടാസ്കുകൾ കൊടുക്കാനൊക്കെ ഉത്തരവാദിത്തം ഉള്ള ആളായിരിക്കും. അതിനുള്ള ഉത്തരവാദിത്തം ഉണ്ട്. അക്കൗണ്ടബിൾ, ഉത്തരവാദിത്തം. അക്കൗണ്ടബിൾ ഫോർ എന്തിനാ? സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. He or she supervises and leads newly hired staff on the work they do and implement different rules and regulations of the company. അടുത്ത് നോക്കിയേ, he or she supervises and leads. സൂപ്പർവൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? മേൽനോട്ടം വഹിക്കുക. സൂപ്പർവൈസ് ആൻഡ് ലീഡ്, ലീഡ് അവരെ നയിക്കുക. ന്യൂലി ഹിയർഡ് സ്റ്റാഫ് ഓൺ ദ വർക്ക്. അപ്പൊ പുതിയതായിട്ട് നിയമിക്കുന്ന സ്റ്റാഫുകളില്ലേ, അവരെ അവരുടെ വർക്കില്, വർക്ക് ദേ ഡു, അവർ ചെയ്യുന്ന വർക്കില് അവരെന്ത് ചെയ്യുക? വേണ്ട നേതൃത്വം കൊടുക്കുക, അവരെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഹി ഓർ ഷീ സൂപ്പർവൈസ് ആൻഡ് ലീഡ് ന്യൂലി ഹിയർഡ് സ്റ്റാഫ് ഓൺ ദ വർക്ക് ദേ ഡു. അപ്പൊ പുതിയതായിട്ട് നിയമിക്കുന്ന സ്റ്റാഫുകൾ, അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് വരുന്നവർക്ക് അറിയണമെന്നില്ല അല്ലെ. അപ്പൊ അവർ ചെയ്യണതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അതിനെയൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണ്ടേ എന്നുള്ളതിനൊക്കെ ഒന്ന് ലീഡ് ചെയ്യുക. ആൻഡ് അടുത്ത പോയിന്റ് നോക്കിയാൽ, ആൻഡ് ഇംപ്ലിമെന്റ് ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി. ആ ഒരു കമ്പനിയുടെ റൂൾസുകൾ ഉണ്ടാവുമല്ലോ, നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ആ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്, അല്ലെങ്കിൽ ഏരോ സെക്ഷനിലും ഉണ്ട് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക, അവിടെ നടപ്പിലാക്കുക. Okay, and implement different rules and the regulations of the company. Training is given. അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് രണ്ടു മൂന്ന് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ് ആ ഒരൊറ്റ പോയിന്റ് ആയിട്ട് തന്നേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ചെറുതാക്കി ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റത്തെ എന്താ? ഉത്തരവാദിത്വം ഉണ്ട്. ഇതിനാ? സെലക്ഷൻ, സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. ഉദ്യോഗസ്ഥരെ സെലക്ട് ചെയ്യാൻ, ട്രെയിനിങ് ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ. പിന്നെ അടുത്ത, ഹി ഓർ ഷീ സൂപ്പർവൈസ് ആൻഡ് ലീഡ് ന്യൂലി ഹിയർഡ് സ്റ്റാഫ് ഓൺ ദ വർക്ക് ദേ ഡു. പുതിയതായിട്ട് നിയമിക്കുന്ന സ്റ്റാഫുകള് അവർ ചെയ്യുന്ന വർക്കില് അവർക്ക് വേണ്ട നേതൃത്വം കൊടുക്കാനും അവരെ സൂപ്പർവൈസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ബാധ്യതയുണ്ട്. പിന്നെ അതുപോലെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കാനുള്ള ഒരു ഇതുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. പിന്നെ അടുത്ത് നോക്കി, ട്രെയിനിങ് ഈസ് ഗിവൺ, ആവശ്യത്തിനുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇനി അടുത്ത പോയിന്റ് നോക്കി, നാലാമത്തെ, he also oversees and assess the gross performance of the staff and ensure that files and records are updated and properly stored. He also oversees എന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക, അസസ് വിലയിരുത്തുക. ഗ്രോസ് പെർഫോമൻസ് എന്ന് വെച്ചാൽ ഓവറോൾ പെർഫോമൻസ്, മൊത്തത്തിലുള്ളത്. എന്താ പറഞ്ഞേക്കണേ? ഓഫ് ദ സ്റ്റാഫിന്റെ മൊത്തത്തിലുള്ള ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസുകളെ വിലയിരുത്തുകയും അതിനുള്ള മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. He also oversees and assess the gross performance of the staff. Overall performance, സ്റ്റാഫിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്ന് അതിനെ വിലയിരുത്തുകയും അതിനെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ആൻഡ് എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പ് വരുത്തുക. നിങ്ങൾ തീരെ അറിയില്ലാത്തവരുണ്ടെങ്കിൽ ആ വേർഡിന്റെ വേർഡാണെങ്കിലും അതിന്റെ മീനിങ് ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ മലയാളത്തിൽ എഴുതി വെച്ചോ. നിങ്ങൾക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ആൻഡ് എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. ദാറ്റ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്. ഫയൽസുകളും റെക്കോർഡ്സുകളും പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഉറപ്പുവരുത്തണം. Ensure that the files, അപ്പൊ ബ്ലഡ് ബാങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫയലുകളൊക്കെ ഉണ്ടാവുമല്ലോ, റെക്കോർഡ്സ് ഒക്കെ ഉണ്ടാവും, അത് പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അത് പ്രോപ്പർ ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, അപ്പാർട്ട് ഫ്രം ദ മാനേജർ ഓഫ് ബ്ലഡ് ബാങ്ക് എന്നാണ് കേട്ടോ അവിടെ, ബ്ലഡ് ബാങ്ക് എന്നാണ് അവിടെ കിടക്കുന്നത്, ബാങ്ക് എന്നാക്കാം.
apart from the management of blood bank staff. Blood bank സ്റ്റാഫിന്റെ മാനേജ്മെന്റിന് പുറമെ തന്നെ the blood bank manager is also responsible for developing center programs such as blood donation month. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? ആ ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന്റെ ആ ഒരു മാനേജ്മെന്റിന് പുറമെ തന്നെ ഈ ബ്ലഡ് ബാങ്ക് മാനേജറിന് ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ട്, ഒരു ഉത്തരവാദിത്തം കൂടി ഉണ്ട്. എന്താ? ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസുകൾ. ഈ ബ്ലഡ് ബാങ്കില് ഇതിന്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന്റെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അത് അവയർനെസ് കൊടുക്കാനുള്ള പ്രോഗ്രാംസുകൾ, അവിടുത്തെ ആളുകൾക്കൊക്കെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് അദ്ദേഹത്തിന്. സച്ചാസേന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള പ്രോഗ്രാമുകള് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്. നാഷണൽ ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്നാണെന്നറിയോ? ഏത് മാസമാണെന്നറിയോ? നാഷണൽ ബ്ലഡ് ഡൊണേഷൻ മന്ത് അറിയോ? സഫീറ എല്ലാത്തിനും എപ്പോഴും മെസ്സേജ് തന്നെ അറിയോ? ആർക്കെങ്കിലും അറിയോ? ബ്ലഡ് ഡൊണേഷൻ മന്ത് ജനുവരിയിലാണ് കേട്ടോ, ഫസ്റ്റ് മന്ത് ആണ്, ജനുവരിയിലാണ്. അപ്പൊ അങ്ങനെ ജനുവരിയില് ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള പ്രോഗ്രാം. ഓക്കെ, ഞാൻ വെറുതെ ചോദിച്ചതാണ് കേട്ടോ, കുഴപ്പമില്ല. വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ജനുവരി ആണെന്നുള്ളത്. ഇനി നമുക്ക് ഇത് കേൾക്കുമ്പോൾ പറയാലോ. ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള പ്രോഗ്രാമുകള് ഹോസ്പിറ്റലിലൊക്കെ സംഘടിപ്പിക്കാനൊക്കെ ഉള്ള ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വവും ഈ ബ്ലഡ് ബാങ്ക് മാനേജറിനുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചോദിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്ലഡ് ബാങ്ക് മാനേജർ? Which of the following is not included in the responsibility of blood bank manager? അങ്ങനെ രണ്ട് രീതിയിലാണ് ഇങ്ങനെയുള്ള പോളിസിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. റെസ്പോൺസിബിലിറ്റി വലിയ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഈ പോയിന്റ്സുകളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി അതിൽ ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ ആവാത്തുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ ആവാത്തുണ്ടോ? വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന പോയിന്റ്സ് ആണ്, ചെറിയ പോയിന്റ്സുകളാണ്. ഓക്കെ, ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ ഉള്ളൂ, നമ്മുടെ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞു. ഏതാണെന്നറിയോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വരണം. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണ് സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയാൽ അതൊരു 4 പോയിന്റ്സ് ഉള്ളൂ. ഓക്കെ, ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. നമുക്ക് നോക്കിയേ, to keep the proper system of blood transfusion protocol. Blood transfusion protocol ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങള് അത് നമ്മൾ എന്ത് ചെയ്യാം? പ്രോപ്പർ ആയിട്ട് അതിന്റെ ആ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യാന്നുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ, അത് പറഞ്ഞ പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ പറഞ്ഞില്ലേ, 18 തുടങ്ങി 65 വയസ്സിന് ഇടയിലായിരിക്കണം ബ്ലഡ് കൊടുക്കണമെങ്കിൽ. അപ്പൊ അതിന് നമ്മൾ വെയിറ്റ് 45 kg മുകളിലായിരിക്കണം. അവര് എന്താണ് ഓക്കെ ഹെൽത്തിയും, അപ്പൊ അവര് ബ്ലഡ് കൊടുക്കണമെങ്കിൽ അവരുടെ ബോഡി അവര് ഹെൽത്തിയും ഫിറ്റും ആയിരിക്കണം. പിന്നെ അതുപോലെ നമ്മള് എന്താണ് പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ്. അപ്പൊ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള് കറക്റ്റ് ആയിട്ട് ബ്ലഡ് ബാങ്ക് അവര് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അവര് നോക്കണം. അപ്പൊ ആ ഒരു പ്രോട്ടോകോൾ ഒക്കെ വെച്ചിട്ടാണോ അവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വരുന്നത്, ബ്ലഡ് ഒക്കെ എടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടോ എന്നുണ്ട്. ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ കീപ്പ് ചെയ്യുന്നുണ്ടോ ഹോസ്പിറ്റല് അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് ആർക്കുടെ ഉത്തരവാദിത്തമാണ്? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആണ്. അവര് ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഓക്കെ, to keep proper system of blood transfusion protocol. Next നോക്കിയേ, verify incidents form related to transfusion reaction
proper maintenance of records, verify incidents form related to transfusion reaction. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോമുകൾ, ഇപ്പൊ നമ്മൾ ഫോമുകൾ പരിശോധിക്കുക. ബ്ലഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പൊ ബ്ലഡ് റിസീവ് ചെയ്യുകയാണെങ്കിലും അവിടെ ഫോമുകളൊക്കെ ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ ഫോമുകൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ഇൻസിഡൻസ് ഫോം റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോമുകൾ വെരിഫൈ ചെയ്യുക. പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്, റെക്കോർഡുകൾ പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യുക. ആ ഫോമുകൾ അതൊക്കെ വരുന്ന റെക്കോർഡുകൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ പോയിന്റ്, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഓക്കെ, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. നമുക്കറിയാലോ, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. പിന്നെ അടുത്ത നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. ഒന്ന് ശ്രദ്ധിച്ചവിടെ, ഡിപ്പാർട്ട്മെന്റ് ആര് കൺട്രോൾ ചെയ്യണം, വെൽ ട്രെയിൻഡ്, നന്നായിട്ട് ട്രെയിനിങ് കിട്ടിയ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യണം, ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യണം. അത് അങ്ങനെ തന്നെയല്ലേ അവിടെ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാള് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഇപ്പൊ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന സർവീസുകൾ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആൾ മാത്രമേ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടത് ആരാ, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കണം, വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. നല്ലതായിട്ട് ട്രെയിനിങ് കിട്ടിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയല്ലേ, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ വേണം. അത് നോക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അടുത്ത ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, മേക്ക് അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ്. എന്ത് ചെയ്യണം നോക്കിയേ, മേക്ക് അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ്. മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യാനുള്ള, നമുക്ക് മീറ്റിങ്ങുകളൊക്കെ നടത്താൻ ഉള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യണം. എന്തിനു വേണ്ടിയാ, ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ, അത് മനസ്സിലാക്കാനും അത് സെറ്റിൽ ചെയ്യണമല്ലോ. അത് സെറ്റിൽ ചെയ്യുന്നതിനുമുള്ള മീറ്റിങ്ങുകൾക്കുള്ള അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്യുക. ആൻഡ് ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസി. നിലവിലുള്ള പോളിസികൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അപ്പൊ നിലവിലുള്ള പോളിസികളൊക്കെ റിവൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മീറ്റിങ്ങുകളൊക്കെ നമുക്ക് അവിടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അത് സെറ്റിൽ ചെയ്യാൻ, ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് സെറ്റിൽ ചെയ്യാനുമുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യാം. അപ്പൊ അതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞേക്കാണ്, ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസി. അപ്പൊ നമുക്ക് അവിടെ നിലവിലുള്ള ആ പോളിസികൾ എന്തൊക്കെയാണെന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, നിലവിലുള്ള നയങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നെ ഈ മീറ്റിങ്ങുകൾ, ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസുകളൊക്കെ സെറ്റിൽ ചെയ്യാനും വേണ്ടിയുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുക. ഇത്രയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഉറപ്പുവരുത്തേണ്ട അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള്, അതിന്റെ പ്രോപ്പർ ആയിട്ട് അത് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ അടുത്തത് ഫോമുകള്, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോമുകൾ വെരിഫൈ ചെയ്യുക. പ്രോപ്പർ ആയിട്ട് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. പിന്നെ ഡിപ്പാർട്ട്മെന്റ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പൊ അത് അങ്ങനെയല്ലേ, അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ അഡ്മിനിസ്ട്രേഷൻ ആണ് അത് ഉറപ്പുവരുത്തേണ്ടത്. പിന്നെ അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്, ലാസ്റ്റ് ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ്. അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗുകൾ ഫോർ അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രയും പോയിന്റ്സ് ആണ് നമ്മുടെ ആ ഒരു ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇപ്പൊ എത്ര ചാപ്റ്റർ പഠിച്ചു? ഇൻട്രൊഡക്ഷൻ പഠിച്ചു, രണ്ടാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചു, മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ബ്ലഡ് ബാങ്ക്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ CSSD ആണ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ചാപ്റ്റർ
ഓക്കെ, ഞാനൊന്ന് ഷെയർ ചെയ്തിട്ടേക്കട്ടെ കേട്ടോ. ഓക്കെ, ഷെയർ ചെയ്തേക്കുന്ന കാണാൻ പറ്റുന്നില്ലേ? നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സെക്കൻഡ് മൊഡ്യൂളിലെ 5ാമത്തെ ചാപ്റ്റർ. ഇല്ല ഇല്ല, നോക്കട്ടെ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? കേട്ടിട്ടുണ്ടോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച്? ഇപ്പൊ ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മള് ഏതാണ്, ബ്ലഡ് ബാങ്ക് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നോക്കി രണ്ടാമത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ CSSD ആണ്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? CSSD എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് CSSD. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്. എക്സ്പാൻഡഡ് ഫോം സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. കാണുന്നില്ലേ? ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീൻ എല്ലാവരും എസ് ഒക്കെ കാണിച്ചല്ലോ. കാണാം, നോക്കട്ടാ. അപ്പൊ നോക്കിയേ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടാ നമുക്ക് അവിടെ. എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട് എക്സാമിന്. എക്സ്പാൻഡ് CSSD, റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് CSSD അങ്ങനെ ചോദിക്കാം. ഇതാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് CSSD എന്ന് പറഞ്ഞാൽ അറിയോ? ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. അതായത് നമ്മൾ പേഷ്യന്റിന്റെ സ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സ്. ഓക്കെ, വെരി ഗുഡ്. അതായത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ കളക്ട് ചെയ്ത് അത് സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. അതായത് പല ഡിപ്പാർട്ട്മെന്റുകൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇല്ലേ, അതിപ്പോ നമ്മൾ എന്തെങ്കിലും ജെംസ് ഒക്കെ ഒരു മൈക്രോബ്സ് ഒക്കെ കണ്ടാമിനേറ്റഡ് ആയിരിക്കും. ഒരു സർജറി ചെയ്തോ, അതുപോലെ തന്നെ നമുക്ക് അടുത്താക്ക് ഉപയോഗിക്കാൻ പറ്റില്ലോ. അതൊക്കെ എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്യണം, പ്രോപ്പറായിട്ട് അണുവിമുക്തമാക്കണം. അതിനുശേഷം അടുത്താക്ക് ആ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ? അല്ലെങ്കിൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവും, ആ സൈറ്റിൽ കൂടെ ഇൻഫെക്ഷൻ ഉണ്ടാവും. ആ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വഴി തന്നെ ആ പേഷ്യൻസിന് വേറെ എന്താ ഡിസീസുകൾ വരാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ഹോസ്പിറ്റൽ ഇത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സുകൾ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫ്രം ആൻ ഇൻഫെക്ഷൻ ഇൻട്രൊഡക്ഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, ഫ്രം ആൻ ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ ഇറ്റ് ഈസ് necessary to make sure that proper disinfection, അണുനശീകരണം, disinfection of surgical equipment is done.
ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച് തന്നെ പ്രോപ്പർ ആയിട്ട് സർജിക്കൽ എക്യുപ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് ഡിസ്ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുനശീകരണം നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച് തന്നെ ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ എന്ത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ദാറ്റ് പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഈസ് ഡൺ. അപ്പൊ പ്രോപ്പർ ആയിട്ട് സർജിക്കൽ എക്യുപ്മെന്റ്സുകള് ഡിസ്ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുനശീകരണം നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ ഇൻസ്ട്രുമെന്റ്സ് ആർ മൈക്രോബിയലി ടൈൻഡ് എന്ന് പറഞ്ഞാൽ മലിനമാവുക എന്നുള്ള മീനിങ് ആട്ടോ. കണ്ടാമിനേറ്റഡ് തന്നെയാണ് ടൈൻഡ് എന്നുള്ളതിന്റെ വേർഡിന്റെ മീനിങ്. TAINTED മലിനമാവുക അല്ലെങ്കിൽ ഒരു വാക്ക് കണ്ടാമിനേറ്റഡ്. അപ്പൊ ഇഫ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ മൈക്രോബിയലി ടൈൻഡ്, അപ്പൊ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് മൈക്രോബിയലി ടൈൻഡ് ആണെങ്കിൽ, മലിനമാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ദിസ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ്ഡ് ലൈക്ലിഹുഡ് ഓഫ് കണ്ടാമിനേഷൻ ആൻഡ് ലേറ്റർ ഇൻഫെക്ഷൻ ഓഫ് ദ സർജിക്കൽ വൂണ്ട്. സർജിക്കൽ വൂണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ മൈക്രോബിയലി കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ പിന്നീട് എന്താണ് അത് മലിനീകരണത്തിനും അതുപോലെ തന്നെ ആ സർജിക്കൽ സൈറ്റിൽ കൂടിയുള്ള ഇൻഫെക്ഷനും കൂടെയുള്ള ഇൻഫെക്ഷനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇൻക്രീസ്ഡ് ലൈക്ലിഹുഡ് ഓഫ് കണ്ടാമിനേഷൻ. അപ്പൊ എന്താ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാത്ത ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ, നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ മൈക്രോബിയലി കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പിന്നീടുള്ള മലിനീകരണത്തിനും പിന്നെ ആ സർജിക്കൽ സൈറ്റ് വൂണ്ടിൽ കൂടെയുള്ള സർജിക്കൽ വൂണ്ട് എന്ന് വെച്ചാൽ സർജറി ചെയ്യുമ്പോഴുള്ള മുറിവില്ലേ, വൂണ്ട് എന്ന് പറഞ്ഞ മുറിവ്, WOUND വൂണ്ട് മുറിവ്. സർജിക്കൽ വൂണ്ട് എന്ന് പറഞ്ഞാൽ സർജറി ചെയ്യുമ്പോൾ ഇൻസ്ട്രുമെന്റ്സ് അത് ഉപയോഗിക്കില്ലേ, കത്രിക ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ആ എടുക്കുന്ന സിസർ തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ട് ആ വൂണ്ടിൽ കൂടെ ആ മുറിവിൽ കൂടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയില്ലേ? അതാണ്. അപ്പൊ നമ്മൾ ആ സർജിക്കൽ വൂണ്ടിൽ കൂടെയുള്ള ഇൻഫെക്ഷനും പിന്നീടുള്ള മലിനീകരണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് എന്താ? Appropriate sterilization of surgical instrument is suggested. One of the basic and accepted measure against surgical site infection. Okay, അവിടെ ഒരു expanded form കിടക്കുന്നുണ്ട്, SSI. എന്താണ് expanded form? Surgical site infection. SSI, surgical site infection. അപ്പൊ നോക്കിയേ, തൽഫലമായിട്ട് ഒരു സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരായിട്ട് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരായിട്ടുള്ള ഒരു അടിസ്ഥാനവും അംഗീകൃതമായിട്ടുള്ള നടപടികളിൽ ഒന്നായി ഈ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഉചിതമായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ സജസ്റ്റ് ചെയ്തു. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നേ? After results, appropriate sterilization of surgical instrument is suggested. എന്തിനാ? As one of the basic and accepted measure against surgical site infection. അപ്പൊ തൽഫലമായിട്ട് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരായിട്ടുള്ള അടിസ്ഥാനവും അംഗീകൃതമായിട്ടുള്ള നടപടികളിൽ ഒന്നായിട്ട് എന്താ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഉചിതമായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ സജസ്റ്റ് ചെയ്തു, നിർദ്ദേശിച്ചു. അപ്പൊ അതിനകത്ത് നമ്മൾ ആ രണ്ട് എക്സ്പാൻഡഡ് ഫോം ആ ഒരു പാരഗ്രാഫിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? CSSD എന്നുള്ളതും SSI എന്നുള്ളതും രണ്ട് എക്സ്പാൻഡഡ് ഫോം ആ പാരഗ്രാഫിൽ നിന്ന് പഠിച്ചു വെക്കുക. പിന്നെ എന്താണ് CSSD എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് അറിയാലോ? CSSD എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യന്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ള വേർഡ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, വാട്ട് ഈസ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്? ഡെഫിനിഷൻ അവിടെ പറഞ്ഞേക്കുന്നത് എന്താണ് CSSD എന്ന് പറയുന്നത്.
Okay, the CSST consists of those services within a hospital. ഇത് ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഒരു സർവീസ് തന്നെയാണ്. Within a hospital, കണ്ടോ? The CSST consists of those services within a hospital. ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഒരു സർവീസ് തന്നെയാണ്. Which accept, store, process, distribute and control professional supplies and equipment, both sterile and non-sterile, and from all department of the hospital for the care and safety of patient. എന്താ പറഞ്ഞേക്കുന്നേ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക്, സുരക്ഷ. ഇത് എന്തിനാ ചെയ്യുന്നേ? എക്യുപ്മെന്റ്സിലൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാന്നുള്ളത് ആർക്ക് വേണ്ടിയാ? പേഷ്യന്റിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെ? അവർക്ക് ഇനി വീണ്ടും ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? CSST എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും കെയറും, അവർക്ക് hospital for the care and safety of patients. പേഷ്യൻസിന്റെ സുരക്ഷയ്ക്കും അവർക്കുടെ ഒരു കെയർ, പരിചരണത്തിനൊക്കെ വേണ്ടിയിട്ട് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സുകൾ അത് സ്റ്റോർ ചെയ്ത് പ്രോസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്റ്റെറിലൈസ് ചെയ്യുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും, അത് സ്റ്റെറിലൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാത്തതുമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ അതിന്റെയൊക്കെ സപ്ലൈ കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന ഒരു സർവീസ് ആണ് CSST എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. CSST എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താ ചെയ്യുന്നേ? പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള നമ്മള് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് എന്താണ് പ്രോപ്പർ ആയിട്ട് പല ആ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ തന്നെ എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുന്നതാണ്, അല്ലെ? പ്രോസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്റ്റെറിലൈസ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്ത് അത് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സർവീസ് ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSST എന്ന് പറയുന്നത്. ഷോർട്ട് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഇൻസ്ട്രുമെന്റ്സ് കളക്ട് ചെയ്ത് അത് CSSTയിൽ സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള സർവീസ് ആണ് CSST. അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞൊന്നും അല്ലെങ്കിൽ വാട്ട് ഈസ് CSST എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസ് തന്നിട്ട് അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ചോദിക്കാം. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? CSST എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റെറിലൈസ്, അപ്പൊ ഇതിനകത്ത് തന്നെ ഉണ്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. പല ഡിപ്പാർട്ട്മെന്റിനും കളക്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ എന്താണ് CSST എന്ന് പറഞ്ഞ. കണ്ടാമിനേഷൻ എന്ന് വെച്ചാൽ മലിനീകരണം, കണ്ടാമിനേറ്റ് ആവുക എന്നുള്ളത് കേട്ടോ. പിന്നീടുള്ള മലിനീകരണത്തിനും സർജിക്കൽ സൈറ്റിൽ കൂടിയുള്ള ഇൻഫെക്ഷന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇൻസ്ട്രുമെന്റ്സ് മൈക്രോബിയലി ടെയിൽഡ് ആണെങ്കിൽ കണ്ടാമിനേഷൻ. ഇനി അടുത്ത് നോക്കിയേ, അടുത്തത് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യങ്ങള്. ഫങ്ഷൻസ് പ്രവർത്തനങ്ങൾ. അപ്പൊ ഈ CSSTയുടെ ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും ഒക്കെ എന്തൊക്കെയാണ്? ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. ഫസ്റ്റ് നോക്കിയേ, നമ്മൾ പറഞ്ഞത് തന്നെയാ എന്താ? ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക. ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. ക്ലിയർ ആയില്ല? ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് അറിയാലോ. സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സുകള് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക. അത് ഒന്നാമത്തെ CSSTയുടെ ഫങ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. രണ്ടും കൂടി ചേർത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് നോക്കിയേ. ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. രണ്ടാമത്തെ നോക്കിയേ, ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ടു കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സംഭാവന ചെയ്യുക, അല്ലെ? സംഭാവന ചെയ്യുക. എന്തിനാ? എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. സ്റ്റെറിലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അണുവിമുക്തമാക്കുക. സ്റ്റെറിലൈസ് ചെയ്യുക, അണുവിമുക്തമാക്കുക. നോക്കിയവിടെ to contribute a reduction in the incidence of hospital infection. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം
അതിനെ എന്ത് ചെയ്യുക, അതിനെ കുറയ്ക്കാനുള്ള സംഭാവന ചെയ്യുക. മനസ്സിലാവണല്ലേ? ഹോസ്പിറ്റൽ ഇപ്പൊ സ്റ്റെറിലൈസ് ചെയ്യാത്തത് എക്യുപ്മെന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ കൂടും അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവം അതിനെ കുറയ്ക്കാൻ, അതായത് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ് അതിനെ കുറയ്ക്കാനുള്ള സംഭാവന ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആ നോക്കിയേ. ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ in the incidence of hospital infection. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ, സംഭാവന ചെയ്യുക. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? യെസ്. മൂന്നാമത്തെ നോക്കിയേ. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. എന്താണ്? ടു അവോയ്ഡ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇല്ലേ, അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ വെച്ചാൽ ഇരട്ടിപ്പ്, അത് ഒഴിവാക്കാൻ പറ്റും. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. വളരെ വില പിടിച്ച എക്യുപ്മെന്റ്സുകൾ ഉണ്ടല്ലോ, അതിന്റെ ഇരട്ടിപ്പ് ഒഴിവാക്കാം. എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ നമ്മൾ പല എക്യുപ്മെന്റ്സുകളും ഈ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് വളരെ വിലപിടിപ്പാ. അത് സ്റ്റെറിലൈസ് ചെയ്യാതിരുന്ന എന്താ, പുതിയത് നമ്മൾ വീണ്ടും വാങ്ങേണ്ടി വരും അല്ലേ? അപ്പൊ ഹോസ്പിറ്റലിന് നഷ്ടമാണ്. ഓരോ പ്രാവശ്യം ഓരോ പേഷ്യന്റിനും പുതിയ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഓരോ പേഷ്യൻസിന് വാങ്ങുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു കുറെ നാൾ കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരു റൂമിൽ തന്നെ വേണമെങ്കിലും നമുക്ക് ആ ഒരു വിഷയം തന്നെ വരാം, എക്യുപ്മെന്റ്സുകൾ വരാം. അപ്പൊ എന്താ ചെയ്യാ? അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുക. ഇരട്ടിപ്പ കുറെ വാങ്ങുന്നത് ഒഴിവാക്കാം. ഇതെന്താ? ഒരു പ്രാവശ്യം ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് അത് തന്നെ വീണ്ടും ഉപയോഗിക്കാമല്ലോ അടുത്ത പേഷ്യന്റിന്. വീണ്ടും നമ്മൾ അത് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ റീയൂസബിൾ ചെയ്യാം. അതായത് രണ്ടാമത് വീണ്ടും ആ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ അടുത്ത ഉപയോഗിക്കാം. അപ്പൊ പുതിയത് വാങ്ങണ്ടല്ലോ നമുക്ക് അല്ലേ? പുതിയത് വാങ്ങണ്ടാവും. ഒരെണ്ണം തന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് എല്ലാ മറ്റുള്ള പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ അതിന്റെ ഇരട്ടിപ്പ്, അത് വീണ്ടും അത് വാങ്ങണത് നമുക്ക് ഒഴിവാക്കാം. മനസ്സിലായില്ലേ? മൂന്നാമത്തെ പോയിന്റ്. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. അടുത്ത നോക്കിയേ നാലാമത്തെ പോയിന്റ്. ടു കീപ് റെക്കോർഡ്സ് ഓഫ് ദ എഫിഷ്യൻസി ഓഫ് ദ ക്ലീനിങ്, ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. ഓക്കെ, ടു കീപ് ദ റെക്കോർഡ് ഓഫ് ദ എഫിഷ്യൻസി ഓഫ് ക്ലീനിങ്, ക്ലീനിങ്ങിന്റെ എഫിഷ്യൻസി കാണിക്കുന്ന റെക്കോർഡ്, ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്, ഇതിന്റെയൊക്കെ എഫിഷ്യൻസി, അതിന്റെ കാര്യക്ഷമത അല്ലെങ്കിൽ അതിന്റെ ഗുണം കാണിക്കുന്ന ആ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാന്ന്. സ്റ്റെറിലൈസിന്റെ ആ ക്വാളിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ്, അതിന്റെ ക്ലീനിങ്ങിന്റെ ഇതൊക്കെ എങ്ങനെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ആ ഒരു ഗുണം കാണിക്കുന്ന, ഗുണനിലവാരമൊക്കെ കാണിക്കുന്ന ആ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക എന്നുള്ളത്. അഞ്ചാമത്തെ പോയിന്റ് നോക്കിയേ. ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾ നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. എന്താണ്? ടു എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കുക. ടു എക്സിബിറ്റ് ചെയ്യുക, പ്രദർശിപ്പിക്കുക. ആൻഡ് ഇമ്പോസ് എന്ന് വെച്ചാൽ എന്താ? അത് ചുമത്തുക. കൺട്രോൾ നെസസറി ടു അവോയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് എന്നുള്ള മീനിങ് ആണ്, തടയുക. ക്രോസ് ഇൻഫെക്ഷൻ. എന്താ ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം, ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം. അപ്പോ മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്ഫർ തടയുന്നതിന്, ടു പ്രിവെന്റ് ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള എന്താണ് നിയന്ത്രണങ്ങൾ അവിടെ ചുമത്തുകയും പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. ക്ലിയർ ആയോ? ടു പ്രിവെന്റ് ക്രോസ് ഇൻഫെക്ഷൻ. ഓക്കെ, ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം, ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം സ്പ്രെഡ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ച അവിടെ ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ മീനിങ് ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ്. നമുക്ക് ദോഷമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിനെ തടയാൻ
ഉണ്ടോ? പ്രിവെന്റ് ചെയ്യാൻ, അതിനെ തടയുന്ന, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. അടുത്ത 6ാമത്തെ പോയിന്റ് നോക്കിയേ, ടു മെയിൻറ്റെയിൻ ആൻഡ് ഇമ്പോസ്. ചുമത്തുക എന്നുള്ള മീനിങ് കേട്ടോ. എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കുക, ഇമ്പോസ് എന്ന് വെച്ചാൽ ചുമത്തുക. അടുത്ത നോക്കിയേ, ടു മെയിൻറ്റെയിൻ ആൻഡ് ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. സപ്ലൈകളുടെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ ഇൻവെന്ററി, വിവര പട്ടികകൾ മെയിൻറ്റെയിൻ ചെയ്യുക. മനസ്സിലായോ? ടു മെയിൻറ്റെയിൻ ആൻഡ് ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. സപ്ലൈകളുടെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുക, വിവര പട്ടികകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. പേഷ്യന്റിനും സ്റ്റാഫിനും ക്രോസ് ഇൻഫെക്ഷൻ ആണോ? ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ microorganisms. Transfer of harmful microorganisms. Transfer of harmful microorganisms. Okay. ഇനി നോക്കിയ ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. പേഷ്യന്റിനും സ്റ്റാഫിനും ഒരു നല്ലൊരു അന്തരീക്ഷം, സേഫ് ആയിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം അറേഞ്ച് ചെയ്യുക. പേടിക്കണ്ടല്ലോ, എല്ലാം സ്റ്റെറിലൈസ് ചെയ്തു, അപ്പൊ നമുക്കൊരു പേഷ്യന്റിനും സ്റ്റാഫിനൊക്കെ സേഫ്റ്റിയാണ് അല്ലെ. സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഇതൊക്കെയാണ് CSSDയുടെ ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടൂല അത്. ഓക്കെ, ഇനി ഒരു ചെറിയൊരു പാരഗ്രാഫ് കൂടി ഇവിടെ 6 മിനിറ്റ് ഉണ്ടല്ലോ, അതുകൂടി നമുക്ക് ആ ഒരു പേജ് അങ്ങോട്ട് കേൾക്കാം. ഓക്കെ, ഡിസൈൻ ഓഫ് എ CSSD ഡിസൈൻ. എങ്ങനെയാണത് ഹോസ്പിറ്റലിലായിട്ട് ഡിസൈൻ? Size and location of the CSSD differs according to the hospital department. ഇത്ര സൈസ് വേണമെന്നൊന്നുമില്ല, ലൊക്കേഷൻ ഇവിടെ ആയിരിക്കണം, അങ്ങനെയുള്ള വലിയ ഇതൊന്നും നമ്മൾ അതിനകത്ത് പറയുന്നില്ല. അത് എങ്ങനെയാ വ്യത്യാസപ്പെടാന്ന് പറയുന്നത്? ഏത്? അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ SSI എന്താ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അവിടെ കിടക്കുന്നുണ്ടല്ലോ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഇത് എക്സ്പാൻഡഡ് ഫോം ആണ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? Size and location of the CSSD differs according to hospital management. Hospital management അനുസരിച്ച് CSSDയുടെ സൈസും വ്യത്യാസപ്പെടാം. മനസ്സിലായോ? സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ CSSD ഡിഫർ, വ്യത്യാസപ്പെടാറുണ്ട്. സൈസും ലൊക്കേഷനും ഒക്കെ വ്യത്യാസപ്പെടാം. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വലിയ സൈസിലൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ, സൈസ് കൂട്ടിയൊക്കെ പറയാം. ലൊക്കേഷൻ വേണമെങ്കിൽ വലുതാക്കാം, അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇതിന്റെ പ്രത്യേകം ഇത് പറയുന്നില്ല. സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ CSSD ഡിഫർ, വ്യത്യാസപ്പെടാം. ഏത്? അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ആസ് നിയർ ആസ് പോസിബിൾ ടു OT. നോക്കിയേ, എവിടെ ആയിരിക്കണം? കുറച്ചും കൂടി ലൊക്കേറ്റഡ് ആസ് നിയർ ആസ് പോസിബിൾ ടു ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. ഇതിനോടൊക്കെ കുറച്ചും കൂടി ചേർന്നായിരിക്കണം. നിയർ ആസ് പോസിബിൾ, സാധ്യമായ ഒരു അടുത്തായിരിക്കണം എന്ന്. അതായത് എന്താ? ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഈ സ്റ്റെറിലൈസ് ചെയ്ത് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എപ്പോഴും ആവശ്യമായിട്ട് വരൂലേ, അപ്പൊ അത് തിയേറ്ററിലേക്കൊക്കെ എത്തിക്കാൻ എളുപ്പത്തിന് അതിനോടൊക്കെ ചേർന്നായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ആസ് നിയർ ആസ് പോസിബിൾ ടു ഓപ്പറേഷൻ തിയേറ്റർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ആൻഡ് വാർഡ്. ഇതിനോടൊക്കെ ചേർന്നതായിരിക്കണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. സൈസ് ഒന്ന് നോക്കുക. സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ CSSD ഡിഫർ അക്കോർഡിംഗ് ടു ഡാഷ്. ഇതനുസരിച്ച് അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വ്യത്യാസപ്പെടാം. ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ആസ് പോസിബിൾ ടു 3 ഓപ്പറേഷൻ തിയേറ്റർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. The CSSD layout should be designed in a unidirectional flow. Underline ചെയ്തിട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സെന്റൻസ്. The CSSD layout should be designed in a unidirectional flow. എങ്ങനെയാണ് ഡയറക്ഷൻ? യൂണിഡയറക്ഷണൽ, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമാണ്. അതായത് നമ്മളിപ്പോ സ്റ്റെറിലൈസ് ചെയ്യാൻ കൊടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഇല്ലേ, അതൊരു ഡോറിൽ കൂടെ കൊണ്ടുപോകുന്ന അകത്തേക്ക്. CSSDയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു ഡോറിൽ കൂടെ,
അതായത് നമ്മൾ ഈ സ്റ്റെറിലൈസ് ചെയ്യാൻ കൊടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഇല്ലേ, അത് കൊടുക്കുന്നത് ഒരു ഡോറിൽ കൂടെ. എന്നിട്ട് അവിടെ പല പ്രോസസ് ഒക്കെ ചെയ്ത് ആ സ്റ്റെപ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അവിടെ ആ പ്രോസസ്സുകൾ പഠിക്കാനുണ്ട്, ഫങ്ഷണൽ ഏരിയാസ് ഒക്കെ പഠിക്കാനുണ്ട് പറയാം. അപ്പൊ അതെന്തായാലും നമ്മൾ അത് കൊടുക്കുന്നത് ഒരു ഡോറിൽ കൂടെ. അത് കഴിഞ്ഞ് സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സ് തിരിച്ചു വരുന്നത് വേറെ ഡോറിൽ കൂടെയാണ്. അതായത് നമ്മൾ കൊടുത്തോടെ തന്നെ തിരിച്ചു കിട്ടില്ല. അതാണ് യൂണി ഡയറക്ഷൻ. ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? CSSD layout should be designed in a unidirectional flow. ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ കൊടുക്കുന്ന ഡോറിൽ കൂടെ ഒരിക്കലും തിരിച്ച് അതിൽ കൂടെ തന്നെ കിട്ടൂല. സ്റ്റെറിലൈസ് ചെയ്തത് വേറെ ഡോറിൽ കൂടെ ആയിരിക്കും. ഒന്ന് കാണുന്നില്ലേ? കാണുന്നില്ലേ നിങ്ങളിത് ഈ ഒരു പേജ്? നോക്കിയേ, ലാസ്റ്റ് ഒരു സെന്റൻസ് കൂടിയുള്ളൂ. ഇനി നോക്കിയേ, ഈ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ഒന്നിലധികം നിലകൾ ഉണ്ടെങ്കിലോ ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ ദ ബിൽഡിംഗ്. എവിടെയായിരിക്കണം എന്നാ പറഞ്ഞേക്കണേ? ഇനി ബിൽഡിംഗ് ഒന്നിലധികം ബിൽഡിംഗ് ആണെങ്കിൽ എങ്ങനെയാ? ഇൻ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ഒന്നിലധികം നിലകൾ ഉണ്ടെങ്കിൽ CSSD may be formed in the lower floor. താഴെ ആയിരിക്കണം, റൈറ്റ് അണ്ടർ ദ ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെ ആയിരിക്കണം. റൈറ്റ് അണ്ടർ ദ ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെ. എന്താ നേരെ കൊണ്ടുവരാലോ, വേറെ വളഞ്ഞു വഴിക്ക് അങ്ങനെയൊന്നും വേണ്ടല്ലോ. നേരെ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെ ആയിരിക്കണം CSSD എന്ന് പറയുന്നത്. കണ്ടോ? Okay, CSSD may be formed in the lower floor right under the OT. Operation theatre തൊട്ട് താഴെ perpendicular ആയിട്ട് കൊണ്ടുപോകാം. Where the perpendicular movement will be shift possible movement of material. ആ മെറ്റീരിയൽസിന്റെ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് നേരെ, ഇവിടെയാണെങ്കിൽ നേരെ എത്തിക്കാലോ, ജസ്റ്റ് നേരെ എത്തിക്കാവുന്ന രീതിയിൽ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെ ആയിരിക്കണം. കണ്ടോ? CSSD എന്ന് പറയുന്നത് ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ ദ OT. ഇതിനു വേണ്ടിയാ വേർ പെർപെൻഡിക്കുലർ മൂവ്മെന്റ് വിൽ ബി ഷിഫ്റ്റ് പോസിബിൾ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ. കണ്ടോ? അടുത്തത് ഒരു ചെറിയൊരു ഡയഗ്രം കണ്ടോ അവിടെ? ജനറൽ CSSD ഡിസൈൻ കൺസെപ്റ്റ്. അവിടെ ഫസ്റ്റ് എഴുതിയേക്കുന്നത് സോയിൽഡ് സോൺ ആണ്. സോയിൽഡ് സോൺ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച സാധനങ്ങളില് മെറ്റീരിയൽ മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അത് വെക്കുന്നത് ഒരു സോൺ. കണ്ടോ? സോയിൽഡ് സോൺ. അത് കഴിഞ്ഞ അടുത്തത് പോകുന്നത് ക്ലീൻ സോൺ. അത് ക്ലീൻ ആക്കുന്ന ക്ലീൻ സോണിലേക്കാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞത് സ്റ്റെറൈൽ സോൺ. 3 സോൺ അതിനകത്ത് കൺസെപ്റ്റ്, ജനറൽ CSSD കൺസെപ്റ്റ്. ഏതൊക്കെയാ? സോയിൽഡ് സോൺ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച വസ്തുക്കള് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകള്. അത് നേരെ ക്ലീൻ സോണ്. അത് കഴിഞ്ഞിട്ടാണ് അത് സ്റ്റെറൈൽ സോണിലേക്ക് പോകുന്നത്. അതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടല്ലോ, കണ്ടത്? അതെന്താ? ബാരിയേഴ്സ്, തടസ്സമാണ്. അതില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആവാതിരിക്കാനായിട്ടാണുള്ളത്. സോയിൽഡ് സോണും ക്ലീൻ സോണും അടുത്തടുത്ത് തടസ്സത്തിലേക്ക് വീണ്ടും ക്ലീൻ ചെയ്തത് പിന്നെ മലിനമാകാനുള്ള ചാൻസ് ഇല്ലേ? അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് 3 സോണുകള്, അതിന്റെ ഇടയിൽ ഒരു ബാരിയർ. അത്രയും നോക്കുക. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ നമുക്ക് അടുത്ത പാരഗ്രാഫിൽ അവിടെ പറയുന്നുണ്ട്. അപ്പൊ കാര്യത്തിൽ പറയാം, CSSD ഡിസൈൻ കൺസെപ്റ്റില് 3 സോൺ. അത് മനസ്സിലായില്ലേ? ഏതൊക്കെയാ? സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. ഏതൊക്കെയാണ് ആ 3 സോണുകള്? സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. സോയിൽഡ് സോൺ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച വസ്തുക്കൾ, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള വസ്തുക്കൾ, അതാണ് സോയിൽഡ് സോൺ എന്ന് പറയുന്നത് അതിനകത്ത്. പിന്നെ ക്ലീൻ സോൺ ഉണ്ട്, സ്റ്റെറൈൽ സോൺ ഉണ്ട്. ഇതിന്റെ ഇടയിൽ എന്താ ഉള്ളത്? ഈ സോണുകൾക്കിടയിൽ എന്താ ഉള്ളത്? അവിടെ ഒരു ബാരിയർ, ഒരു തടസ്സം ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തുണ്ടെന്നാ പറഞ്ഞേ? ബാരിയർ. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങള്. ബാരിയർ എന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ വരുന്ന തടസ്സം. അതിന്റെ ഡീറ്റെയിൽ അടുത്ത പാരഗ്രാഫിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇത്രയൊന്ന് നോക്കി വയ്ക്കാം. 3 സോണുകള്, സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. അതിന്റെ ഇടയിൽ ഒരു ബാരിയർ. ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സമുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെറൈൽ സോൺ എന്ന് വെച്ചാൽ മലിനമായിട്ടുള്ള വസ്തുക്കൾ, അതിൽ ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ, അതാണ് സോയിൽഡ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ് ഞാൻ മിസ് വെയിറ്റിംഗിലാണ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് വായിച്ചു വെച്ചിരുന്നു. ഓക്കെ, ബൈ.